നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ മഴ കനക്കുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വരും മണിക്കൂറിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണ രീതിയിൽ നിർണായക മാറ്റവുമായി സർക്കാർ. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണ രീതിയിൽ നിർണായക മാറ്റവുമായി സർക്കാർ. ഇതുവരെ സഹകരണ ബാങ്കുകൾ വഴി നടപ്പിലാക്കി വന്നിരുന്ന പെൻഷൻ വിതരണം പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ട് പുതിയ ഉത്തരവ് പുറത്തിറങ്ങി. ഇനി സാമൂഹ്യക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രമായിരിക്കും ലഭിക്കുക. സഹകരണ ബാങ്കിലൂടെ വിതരണം ചെയ്യുന്നതിൽ ചെലവ് കൂടുതലാണെന്നും ഉത്തരവിലുണ്ട്. ഇനി വാണിജ്യ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രം പെൻഷൻ വിതരണം ചെയ്യാനാണ് തീരുമാനം. പൂർണ്ണമായും കിടപ്പിലായ രോഗികൾക്ക് പെൻഷൻ വീട്ടിലെത്തിക്കും. എം മണിയുടെ സഹോദരന്റെ സിപ്പ് ലൈൻ പൂട്ടിച്ചു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ദിവസത്തെ നിരോധന ഉത്തരവുകൾ ലംഘിച്ച് പ്രവർത്തിച്ച ഇടുക്കി അടിമാലിയിലെ സിപ്പ് ലൈൻ ജില്ലാ ഭരണകൂടം പൂട്ടിച്ചു. മുതിർന്ന CPIM നേതാവ് മണിയുടെ സഹോദരൻ ലംബോദരന്റെ ഉടമസ്ഥതയിലുള്ള ഇരുട്ടക്കാനത്തെ സിപ്പ് ലൈനെതിരെയാണ് കർശന നടപടി ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ സിപ്പ് ലൈൻ ഉടമയായി രേഖയിൽ ഉള്ള ലംബോദരന്റെ ഭാര്യയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ നിരോധന ഉത്തരവുകൾ ലംഘിച്ച് ഈ സിപ്പ് ലൈൻ പ്രവർത്തിച്ചിരുന്നതായി പരാതിയുണ്ട്. വീടുകളിൽ വെള്ളം കയറിയ എല്ലാ കുടുംബങ്ങൾക്കും സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി. പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ എല്ലാ കുടുംബങ്ങൾക്കും സർക്കാർ പ്രഖ്യാപിച്ച 10,000 രൂപ ധനസഹായം ലഭ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ചങ്ങനാശ്ശേരി താലൂക്കിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹായം ലഭിക്കാൻ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കണമെന്ന നിബന്ധനയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വെള്ളം കയറിയ വീടുകളിലെ താമസക്കാർ എവിടെയായിരുന്നാലും അർഹതയുണ്ടെങ്കിൽ സഹായം ലഭിക്കും. വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയവർക്കും 10,000 രൂപ ധനസഹായം നൽകാൻ സർക്കാർ തീരുമാനമുണ്ട്. അർഹരായ ഒരാൾക്കും സർക്കാർ സഹായം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകില്ല. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടെലിഫോണിൽ സംസാരിച്ച് മോദിയും നെതന്യാഹുവും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങൾ തുടരുന്നതിനിടെയാണ് ഇരു നേതാക്കളുടെയും സംഭാഷണം. ഇന്ത്യ-ഇസ്രായേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്കായി വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതിരോധം, കൃഷി, സാങ്കേതികവിദ്യ, സൈബർ സുരക്ഷ, വ്യാപാരം തുടങ്ങി നിരവധി മേഖലകളിലും ഇരു രാജ്യങ്ങളും സഹകരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. വിവാദ പരാമർശവുമായി BJP MLA. പഞ്ചാബ് വിധാൻസഭയിൽ ലൈംഗിക പരാമർശം നടത്തി വിവാദത്തിലായി BJP MLA അശ്വനി ശർമ്മ. ആൺകുട്ടികൾ ജനിച്ചാൽ അത് നിങ്ങളുടെ കഠിനാധ്വാനവും, പെൺകുട്ടി ജനിച്ചാൽ കേന്ദ്രത്തെ പഴിചാരും എന്നുമായിരുന്നു MLAയുടെ പരാമർശം. ക്ഷമാപണത്തോടെയാണ് താൻ ഇത് പറയുന്നത് എന്ന വാക്കുകളോടെ നിയമസഭയിലെ ശ്രദ്ധ ക്ഷണിക്കലിനിടെയായിരുന്നു പരാമർശം. പഞ്ചാബിനുള്ള കേന്ദ്ര ഫണ്ട് നിർത്തിവെച്ചെന്ന മന്ത്രി ബീരേന്ദർ ഗോയലിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അശ്വനി ശർമ്മ. MLAയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സഭയിൽ പ്രതിഷേധം ഉയർന്നു. അശ്വനി ശർമ്മ മാപ്പ് പറയണമെന്ന് വനിതാ MLAമാർ ആവശ്യപ്പെട്ടു. സ്ത്രീകളോടുള്ള BJPയുടെ സമീപനമാണ് MLAയുടെ വാക്കുകളിൽ പ്രതിഫലിച്ചതെന്ന് AAP MLA സരാവ്ജിത് കൗർ മനുഗെ പറഞ്ഞു. ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ നഴ്സിന് പാമ്പുകടിയേറ്റു. പെരുമണ്ണൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഡ്യൂട്ടിക്കിടെ സ്റ്റാഫ് നഴ്സിന് അണലിയുടെ കടിയേറ്റു. തൃശൂർ ചാവക്കാട് തിരുവത്ര ചിങ്ങാനത്ത് വീട്ടിൽ മിശ്രയ്ക്കാണ് കടിയേറ്റത്. കഴിഞ്ഞ ദിവസം രാവിലെ 10-നാണ് ആരോഗ്യ വകുപ്പിന്റെ പിൻവശത്തുകൂടി നടന്നു പോകുന്നതിനിടെ മിശ്രയുടെ കാലിൽ അണലി കടിച്ചത്. ഉടൻ ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുകയും ആന്റിവനം ലഭ്യമായ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഭർത്താവ് അസ്കർ എത്തിക്കുകയും ചെയ്തു. ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ യുവതിയെ ആശുപത്രിയിൽ നിന്നും വിട്ടു.
മുഖ്യമന്ത്രി വി.ഡി. സതീശനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഫേസ്ബുക്ക് കമന്റിട്ട യുവാവ് അറസ്റ്റിൽ. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഫേസ്ബുക്ക് കമന്റിട്ട യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് ബേപ്പൂർ സ്വദേശി നിതിൻ കക്കേടത്തിനെയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു നിതിന്റെ കമന്റ്. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം നൽകിയ പരാതിയിലാണ് യുവാവിനെതിരെ കേസെടുത്തത്. പൊതുസമൂഹത്തിൽ ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ കമന്റിട്ടെന്നാണ് എഫ്ഐആറിലുള്ളത്. കോഴിക്കോട് സൈബർ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. ശബരിമല നെയ് ക്രമക്കേടിൽ കേസെടുത്ത വിജിലൻസ്. ശബരിമല നെയ് ക്രമക്കേടിൽ കേസെടുത്ത് വിജിലൻസിന്റെ എഫ്ഐആറിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും ബോർഡ് അംഗം അജികുമാറും മുരാരി ബാവുവും പ്രതിപട്ടികയിലുണ്ട്. മിൽമയിൽ നിന്നും നെയ്യ് വാങ്ങിയ ടെൻഡറിൽ ഉൾപ്പെടെ ഗുരുതരമായ ക്രമക്കേട് ഉണ്ടായെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ദേവസ്വം വിജിലൻസ് ആണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയത്. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് വിജിലൻസിന്റെ പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുത്തത്. വിജിലൻസ് എസ്.പി. സോജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. കേരള വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ. ഉമീദ് പോർട്ടലിൽ വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ 6 മാസത്തെ അധിക സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചു. 6 മാസത്തെ സമയം അനുവദിക്കണമെന്ന ആവശ്യം കേരള ഹൈക്കോടതി തള്ളിയതിനെതിരെയാണ് പുതിയ ഹർജി സമർപ്പിച്ചത്. ഉമീദ് പോർട്ടലിലെ വിവിധ സാങ്കേതിക തകരാറുകൾ കാരണം നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നാണ് ഹർജിയിലെ പ്രധാന വാദം. കേരളത്തിൽ 40,000-ത്തിലധികം വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ഇതിനകം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നും 25,000-ത്തോളം സ്വത്തുക്കളുടെ വിവരങ്ങൾ പരിശോധിച്ച് അംഗീകരിക്കാനുള്ള നടപടികൾ ബാക്കിയുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി.